ഗാസയിൽ ഇസ്രായേൽ ആക്രമണം തുടരുന്നതിനിടെ ഇസ്രായേലിന് നേരെ മിസൈൽ ആക്രമണം നടത്തി ഹിസ്ബുള്ള. വടക്കൻ ഇസ്രായേലിലാണ് ലെബനനിലെ ഇറാന്റെ പിന്തുണയുള്ള സായുധ സംഘമായ ഹിസ്ബുള്ള ആക്രമണം നടത്തിയത്. ഇസ്രായേൽ ഹിസ്ബുള്ളയുടെ ആക്രമണത്തെ പ്രതിരോധിച്ചു. എന്നാൽ ചില മിസൈലുകൾ ഇസ്രായേലിലെ തുറന്ന പ്രദേശങ്ങളിൽ പതിച്ചതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ആക്രമണത്തിൽ ആർക്കും പരിക്കില്ലെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ലെബനനിൽ നിന്ന് വടക്കൻ ഇസ്രായേൽ ലക്ഷ്യമാക്കി ഏകദേശം 40 മിസൈലുകളാണ് വന്നത്. ഇക്കാര്യം ഇസ്രായേൽ പ്രതിരോധ സേന സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഹിസ്ബുള്ളയുടെ 2 ഡ്രോണുകൾ വെടിവച്ചിട്ടതായി ഇസ്രായേൽ അറിയിച്ചു. സിറിയയിലെ ഇറാൻ നയതന്ത്ര കാര്യാലയത്തിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിന് പകരം വീട്ടുമെന്ന് ഹിസ്ബുള്ള മുന്നറിയിപ്പ് നൽകിയിരുന്നു. പിന്നാലെയാണ് ആക്രമണമുണ്ടായത്. ഹമാസിനൊപ്പം ചേർന്നതിന് ശേഷം ഒക്ടോബർ 8 മുതൽ ഇസ്രായേലിന് നേരെ ഹിസ്ബുള്ള ആക്രമണം നടത്താറുണ്ട്. ഗാസയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഹിസ്ബുള്ള ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തുന്നത്. ഇസ്രായേൽ പ്രതിരോധ സേന താവളത്തെ ലക്ഷ്യമാക്കിയാണ് മിസൈൽ തൊടുത്തതെന്നാണ് ഹിസ്ബുള്ള അവകാശപ്പെടുന്നത്. ഇറാൻ ആക്രമണം നടത്താൻ തയ്യാറെടുക്കുന്നുവെന്ന റിപ്പോർട്ടിനെ തുടർന്ന് ഇസ്രായേൽ പ്രതിരോധം ശക്തമാക്കിയിരുന്നു. ഈ മാസം 1-നാണ് ഡമാസ്കസിലെ ഇറാൻ എംബസി ബോംബിട്ട് തകർത്തത്. സംഭവത്തിൽ ഒരു ജനറൽ ഉൾപ്പെടെ 7 ഉന്നത ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടിരുന്നു. ഇസ്രായേലിന്റെ ആക്രമണത്തിന് ശിക്ഷ നൽകുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. തെക്കൻ മധ്യ ഇസ്രായേലിലാണ് ആക്രമണ സാധ്യതയുള്ളതെന്നും തിരിച്ചടിക്കുമെന്നും അതിന് സമയക്രമം നിശ്ചയിച്ചിട്ടില്ലെന്നുമാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ആക്രമണമുണ്ടായാൽ ഇസ്രായേലിന്റെ സഹായത്തിനെത്തുമെന്ന് US വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനിടെ വടക്കൻ മധ്യ ഗാസയിലെ ഹമാസ് കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ സേന ആക്രമണം ശക്തമാക്കി. മധ്യ ഗാസയിലെ നുസീറത്തിലെ അഭയാർത്ഥി ക്യാമ്പിൽ കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണത്തിൽ 25 പേർ കൊല്ലപ്പെട്ടതായി പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സേനയുമായുള്ള സംഘർഷത്തിൽ 2 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. ഹമാസിന്റെ ഒരു പ്രാദേശിക കമാൻഡറെ വധിച്ചതായി ഇസ്രായേൽ സേന അറിയിച്ചിട്ടുണ്ട്. അൽഫറ അഭയാർത്ഥി ക്യാമ്പിന് സമീപമുള്ള ഡുബാസ് പട്ടണത്തിലായിരുന്നു സംഘർഷം. സംഘർഷ സാധ്യതയുള്ളതിനാൽ ഇസ്രായേൽ, ഇറാൻ, ലെബനൻ, പലസ്തീൻ പ്രദേശങ്ങൾ എന്നിവിടങ്ങൾ സന്ദർശിക്കുന്നതിനിടെ ഫ്രാൻസ് പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകി. ഇറാൻ, ഇസ്രായേൽ രാജ്യങ്ങളിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇറാൻ, ഇസ്രായേൽ സംഘർഷ സാഹചര്യം മുൻനിർത്തിയാണ് ഈ രാജ്യങ്ങളിലേക്ക് പോകുന്നവർക്കായി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇറാനിലും ഇസ്രായേലിലും താമസിക്കുന്ന ഇന്ത്യക്കാരോട് സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കാനും യാത്രകൾ പരമാവധി കുറയ്ക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇവിടങ്ങളിലേക്കുള്ള ഇന്ത്യക്കാരോട് ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടാനും പേര് രജിസ്റ്റർ ചെയ്യാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. യുദ്ധഭീതിയിൽ പശ്ചിമേഷ്യ. ഗാസ യുദ്ധം പശ്ചിമേഷ്യ മുഴുവൻ വ്യാപിക്കുമോ എന്ന ഭീതിയിലാണ് രാജ്യങ്ങൾ. ഇറാൻ ഏതു നിമിഷവും ആക്രമിക്കുമെന്ന മുന്നറിയിപ്പുകൾ ശക്തമായതോടെ ഇസ്രായേൽ രാജ്യത്തിനകത്തും പുറത്തും സുരക്ഷ ശക്തമാക്കിയിരുന്നു. എന്തും നേരിടാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സൈന്യത്തിന് നിർദ്ദേശം നൽകിയിരുന്നു. റിസർവ് സൈനികരെയും സജ്ജമാക്കിയിട്ടുണ്ട്. വ്യോമ പ്രതിരോധവും ഇസ്രായേൽ ശക്തമാക്കി. ഇറാനിൽ കടന്ന് ആക്രമിക്കുമെന്ന് ഇസ്രായേലും മുന്നറിയിപ്പ് നൽകി. ഇസ്രായേൽ ശിക്ഷിക്കപ്പെടണമെന്ന് ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയി മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയത്. ഇറാനിൽ നിന്നുള്ള ഏതുതരം ആക്രമണത്തെയും നേരിടാൻ ഇസ്രായേൽ തയ്യാറാണെന്നും ആക്രമണമുണ്ടായാൽ ഇറാനെതിരെ പ്രത്യാക്രമണം നടത്തുമെന്നും ഇസ്രായേൽ സൈനിക രാഷ്ട്രീയ നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. സാഹചര്യത്തെക്കുറിച്ച് സുരക്ഷാ വിഭാഗങ്ങളുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ആശയവിനിമയം നടത്തി. ഇറാനും അമേരിക്കയും വിഷയത്തിൽ അനൗപചാരികമായ ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. യുദ്ധമുണ്ടാകരുതെന്ന് അമേരിക്ക ഔദ്യോഗികമായി തന്നെ ഇറാനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മേഖലയിലെ അയൽ രാജ്യങ്ങളോടുമായി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ അടക്കം കൂടിക്കാഴ്ച തുടർന്നുകൊണ്ടിരിക്കുകയാണ്.